ഇന്ന് സൺഡേ അല്ല, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇപ്പം പല്ല് തേച്ച് വന്നത് നടക്കുന്ന ഡ്യൂട്ടിയിലാണ്. അപ്പോൾ വെച്ചതല്ല, അപ്പോൾ ചെയ്തു വെച്ചൊരു പണി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കാര്യമായി നാട്ടുന്നൊരു കാര്യം കൊണ്ട് ഇന്നായിരുന്നു. അപ്പോൾ അത് ഗൈസ്, എൻ്റെ അമ്മ ഒരു പൊടി തന്നു. ഞാൻ പുട്ടുപൊടി. അപ്പൂനോട് ഞങ്ങൾ പുട്ടുപൊടി കൊണ്ടുതന്നിട്ട് അപ്പോൾ കാര്യമായി പുട്ടുപൊടി കൊണ്ടുവന്നതാണ്. പക്ഷെ നാട്ടിലെത്തേ ഇങ്ങനത്തെ ഇവിടെ എത്തിയപ്പോഴും നമ്മളെ സത്യം തിരിച്ചറിഞ്ഞത് പട്ടുപൊടിയല്ല, പത്തരിപ്പൊടിയായിരുന്നു. അത് വെച്ച് അമ്മ ഒരു കുഴച്ചിട്ടുണ്ട്. ഇത് എന്താ സാധനം ആകുമെന്ന് ഇപ്പം അറിയില്ല. അമ്മ അതുകൊണ്ട് മെനു മാറ്റി പുട്ട് മാറ്റിയിട്ട് ഇതൊന്നും ഇല്ല ആൻറ്റി, പൊറോട്ടി ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പിടണോ? അപ്പം അതൊക്കെയാണ് സൺഡേ മോർണിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്ന പോലെ ഇന്ന് അപ്പു ജിമ്മിൽ വരും. നമ്മളൊരാൾ ജിമ്മിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. വാ പോലോ. അന്നത്തെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പു ജിമ്മിൽ വരാമെന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം അപ്പു വന്നിട്ടില്ല. ആസ് യൂഷ്വൽ അപ്പു ബീങ് അപ്പു. ഇന്ന് പോവാമെന്ന് നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ട്. പോകാമെന്ന് വിചാരിക്കുന്നതാണ്. സമയം 12 മണിയായി. നമ്മളെ യൂഷ്വൽ ടൈം ജിമ്മിൽ പോകുന്നത്. അപ്പം ഇനി മാറ്റി ജിമ്മിൽ പോയിട്ട് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. വിശപ്പ് നല്ല വിളി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ജിമ്മിൽ പോയി ചെറുതായിട്ടൊരു മടിയുണ്ട്. പറ്റില്ല, പോകണം. ഉണ്ണി വയറിനെ എനിക്ക് കുറക്കണം. ഉണ്ണി വയറിനെ കുറച്ചേ മതിയാവും. അതുകൊണ്ട് ജിമ്മിൽ പോട്ടെ ഗൈസ്. ബൈ ബൈ. അടുത്ത ഷോട്ട് നമ്മൾ ജിമ്മിലുള്ളത് കാണിച്ചു എത്തി ഗൈസ്. എത്തി, ഞങ്ങൾ താഴേക്ക് എത്തി. അപ്പൂൻ്റെ സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്നെന്നാ അപ്പോൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്? ലെഗ്. ഓ, എൻ്റെ ലെഗ് ഡേ ഇന്നലെ കഴിഞ്ഞു. ഈ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ മുകളിൽ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച് വെയിൽ കുറവാതെന്ന്. വെയിലിന് കുറ്റം പറയാനും പറ്റില്ല. നട്ടുച്ചക്കറിയാൻ നമ്മളെ പറയണം. ബട്ട് യാ, എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട്. അത് തോന്നുന്നു ഒരു ലോഡ് വെയിറ്റ് എടുത്തിട്ട് 2.5 കിലോ അപ്പുറം ഇപ്പുറം ഇട്ടിട്ടാണ് ഈ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നത്. അതിന് മുമ്പ് ഒരു വെയിറ്റ് വരെ ഇടായിരുന്നില്ല. ഇത് എക്സ്പ്രഷൻ മാത്രം. എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാലും ഫസ്റ്റ് ടൈം ഓക്കെ. വെയിറ്റ് ഇട്ടിട്ടാണെങ്കിൽ എക്സ്പ്രഷനൊക്കെ ചെത്ത് കഴിച്ചു. മറ്റേ ഓലക്കറും വെള്ളത്തോടെ എടുത്ത് പോട്ടെ. മറ്റേ സ്കോട്ടും കൂടി ചെയ്തിട്ടുണ്ടേ. ഞാൻ കഴിയാൻ ഇനി കുറേ വർക്കൗട്ട്. അപ്പം ശരി. I successfully completed my second day. ഇന്ന് അപ്പൂൻ്റെ ലെഗ് ഡേ ആയിരുന്നു. അപ്പു ചത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിൻ്റെ അയറണി ഞങ്ങൾ റൂമിലെത്തിയ ശേഷം കാണിച്ചു തരാം. നിങ്ങൾ കാണണം. മറ്റേ എല്ലാവരും പണിയെടുത്ത് പല്ലുമുറിയെ തിന്നുന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇപ്പം നമ്മൾ പാൽ മേടിക്കാൻ. യാ, പാലും തൈരും. ഷോപ്പിംഗ് ഉണ്ട്. ഗ്രോസറീസ്. നമ്മൾ സൺഡേ മാർക്കറ്റിന് ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ മാർക്കറ്റ്. ഇന്ന് സാറ്റർഡേ മാർക്കറ്റ് അപ്പുറത്തുണ്ട്. നല്ല വലിയ ടൂർ. അത് കാണിച്ചു കേട്ടോ ഒരു വ്ളോഗ്. സാറ്റർഡേ മാർക്കറ്റ് റിയാലിറ്റീസ് ഓഫ് ഫസ്റ്റ് ഡേ ജിം. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ കൈ പൊക്കി പിടിക്കാൻ വേണ്ടി ഞാൻ കൈക്കരുതെന്ന് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഷോപ്പിലെത്തിയ ശേഷം നമ്മൾ എന്തെല്ലാം വാങ്ങുന്നത് കാണിച്ചു തരാം. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങൾ നമ്മളെ സൊസൈറ്റിയും ബാക്ക്ഗ്രൗണ്ടെല്ലാം കാണുമ്പോൾ വിചാരിക്കും നമുക്കിവിടെ ഭയങ്കര റിച്ച് ലൈഫാണെന്ന്. റിച്ച് ലൈഫൊക്കെ തന്നെയാണ്. ഇനി ആരും കണ്ണ് വെച്ച് ദാരിദ്ര്യത്തിലാക്കരുത്. കഴിഞ്ഞ ഹോം ടൂർ തന്നെയല്ല, സൊസൈറ്റി ടൂർ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പിറ്റേ ദിവസം സെയിം ഡേ ഞാൻ ഓർമ്മയില്ല. ഫ്ലാറ്റിൻ്റെ ഒരു മിനിറ്റ് പോസ് ചെയ്യാം. എവിടെ അപ്പോ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ലേസിലേക്കോ? ഹെൽത്തി ഗൈസ്. പൊട്ടറ്റോ ഈസ് ഹെൽത്തി ഫോർ. അതെ, പോഷകാഹാരം കൂടുതലാണല്ലോ പൊട്ടറ്റോക്ക്. പൊടി പിടിച്ചില്ല. ഒരു താരം വാങ്ങുന്നുണ്ടാവില്ല. എനിക്കറിഞ്ഞൂടാ. അകത്തോ വന്ന കാര്യത്തിലേക്ക് നോക്കട്ടെ. പാലെടുക്കട്ടെ. നമ്മൾ ചവറ് തപ്പിക്കൊണ്ടിരിക്കുന്നു. എന്താ അപ്പോ ഇവിടെ ലേസില്ല. ഇത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർക്കറിയാം ഇതിനോട് എനിക്കൊരു ചെറിയ അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് എടുക്കണമെന്നില്ല, പക്ഷേ അത്ര വലിയ ത്വരയില്ലാത്തതുകൊണ്ട് ഞാൻ
ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നു. വെറുതെ എന്തിനാണ് എടുത്ത് എനിക്ക് കഴിക്കാൻ തോന്നുന്നു. അറിഞ്ഞൂടാ എടുക്കണോ വേണ്ടതിൽ കൺഫ്യൂഷനില്ല. ആക്ച്വലി ഇവിടെ നമുക്ക് വേണ്ടതൊന്നുമില്ല. താഴെയല്ലോ ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞത്. ഷുഗർ അഡിക്റ്റ് ഗൈസ്, സ്വീറ്റ്സ് അഡിക്റ്റ്. സ്വീറ്റ്സ് അല്ല, ചോക്ലേറ്റ് അഡിക്റ്റ്. കിൻഡർ ജോയ് ഫാൻ. അപ്പൂനെ ഫാൻ താരം കൊണ്ട് ഫാൻ മെയിൽ അയക്കുമ്പം കിൻഡർ ജോയ് അയക്കുക. എനിക്കൊന്നും വേണ്ട, തനിക്ക് വേണമെങ്കിൽ മാത്രം. എനിക്ക് സ്വീറ്റ്സിനോട് താല്പര്യമില്ല. നമ്മൾ നേരത്തെ സൊസൈറ്റിയിൽ പറഞ്ഞു നിർത്തിയത് കണ്ണു വെക്കുന്ന കാര്യമായിരുന്നു. അതായത് ആ സൊസൈറ്റി ടൂറ് പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസവും ആ സെയിം ഡേ ആണെന്ന് ഓർമ്മയില്ല. പിറ്റേ ദിവസം തോന്നുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഒരു സൈഡിൽ കറണ്ട് പോയി. അതായത് അടിച്ചു പോയി, കറണ്ടില്ല. ഒരു സൈഡിൽ ഫ്ലാറ്റിൽ കറണ്ട് ഉണ്ട്, മറ്റേ സൈഡിൽ ഫ്ലാറ്റിൽ കറണ്ടില്ല. ഓക്കെ, പിന്നത്തത് ഞങ്ങളുടെ സിങ്ക് ബ്ലോക്ക് 2 ദിവസം. കിച്ചണിൽ നിന്ന് വെള്ളം പോകുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ആരും കണ്ണ് വെക്കരുത്. ദാരിദ്ര്യമാണ് ഓൾറെഡി ഇടാം. ഇനി മറ്റേ മെയിൻ്റെനൻസിനും കൂടി പൈസ കൊടുക്കാൻ വയ്യ. താനോട് ഒരാഴ്ച വന്നിട്ട് ഒരാഴ്ച അതിന് മുമ്പ് നാട്ടിൽ പോകണമുള്ളൂ. അതിപ്പോൾ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ഞാൻ എടുത്ത് കാണിക്കുമോ? അതൊക്കെ മോശമല്ലേ? തൻ്റെ മോന്തായത്തിന് താൻ എഗ്രിമെൻ്റ് തന്നതാ ഇട്ടോത്. ബാക്കിയുള്ളവരോട് ഓക്കെ ഗൈസ്, ഞാൻ മുകളിൽ എത്തിയ ശേഷം കാണിച്ചുതരാം എന്ത് വെട്ടി വിഴുങ്ങാനാണ് ഞങ്ങൾ ഈ പോകുന്നത് എന്നുള്ളത്. ഇതാണ് ഞങ്ങളുടെ ആക്രിക്കോലം. ബൈ ഗൈസ്. അപ്പം ശരി, ഒരു 5 മിനിറ്റ് കൂടി. അതെ, ഒരു 10 സെക്കൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോകുന്നത്. ആരും കയറുന്നു. ബൈ ബൈ ഗൈസ്. നേരത്തെ പറഞ്ഞ ജിമ്മിൽ പോയി വന്നിട്ടില്ല, ഞങ്ങൾ ഹെൽത്തി ഫുഡ് കാണിച്ചിടാം. നെയ്പ്പത്തിലാണ് ഗൈസ്. ബേൺ ചെയ്ത കലോറീസൊക്കെ തിരിച്ച് കയറ്റാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ. അമ്മ ഞങ്ങൾ ജിമ്മിൽ തുടങ്ങി വിളിച്ചാൽ വേഗം വാ, ഒരു കിടില സാധനം ഇടാക്കിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് വരെ ഒറോട്ടിയായിരുന്നു മെനുവിലുണ്ടായത്. തിരിച്ചിടെത്തുമ്പോഴത്തേക്ക് അത് അമ്മ പത്തിരിയിലേക്ക് മാറ്റി. ഇതാണ് ഞങ്ങളുടെ ജിം റിയാലിറ്റി. ജിമ്മ് ഇങ്ങനെ പല്ലുമുറി തിന്നുക. കൊള്ളാം, വിശക്കുന്നുണ്ട്. രാവിലെ പോലും അത് ഉറങ്ങിയതിന് ശേഷം ഒന്നും കഴിച്ചില്ല. ഇപ്പം സമയം 2:20 രണ്ടല്ലേ. സാധനം കൊള്ളാം, നല്ല കിക്കുണ്ട്. ബൈ ബൈ ബൈ. ഒഴുകിപ്പോയി. യെസ് പ്ലീസ്. അപ്പൂൻ്റെ എക്സ്പ്രഷൻ നോക്കാം നമുക്ക്. എനിക്ക് കറി കിട്ടാൻ സമയം എടുക്കുന്നു. ഓ, ചേച്ചി അവിടെ തോട് കളഞ്ഞ് താജ്മഹൽ പണിയാണ്. അപ്പോൾ വേഗമായാൽ ഇനി എൻ്റെ ഊഴം. കറി ഗ്ലാമറസ് പ്ലേറ്റ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഈ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ കണ്ട് നിങ്ങൾ ശീലാവാതെ ഇരിക്കുന്നു. ഫോണ് വെക്കുക, ഇത് തിന്നുക രണ്ടാളും. കൊള്ളക്കാറ്റ് കള്ളക്കറി കൊള്ളാം. പുട്ടിനൂടെ പൊളിക്കുമായിരുന്നു. നല്ല കള്ളക്കറി. ഇന്നത്തെ മെനു പുട്ടായിരുന്നു. നേരത്തെ കണ്ടായിരുന്നല്ലോ. പുട്ടുപൊടി മാറി അത് പത്തരിപ്പൊടി ആയത്. കൊള്ളാം. ബൈ, കഴിക്കട്ടെ മനസ്സ് മാത്രം. ഫുഡ് കഴിച്ച ശേഷം എല്ലാവരും ഓരോ ദിക്കിൽ പോയി ഫോൺ തോണ്ടുക, ഉറങ്ങുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉറങ്ങുന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണി 5:30. ഇവിടെ പിന്നെ സൂര്യൻ ഇപ്പോൾ അസ്തമിക്കുന്നത് 7 മണി 7:30 കഴിഞ്ഞ ശേഷം ആയതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട്. 5:30 ആയാലും അല്ലെ 5:30ക്ക് പൊതുവെ വെളിച്ചമാണ്. എന്നാലും മീൻസ് 7:30 വരെ ഈ ഒരു
ഞങ്ങളിവിടെ പീജൻ നെറ്റ് ഇട്ടു ഞങ്ങളുടെ ഡ്രൈ ബാൽക്കണിയിൽ. അപ്പം ഞാനൊരു കോൾഡ് കോഫിയൊക്കെ കുടിക്കാൻ വിചാരിക്കും. കാരണം എനിക്കിപ്പം ഉറങ്ങിയാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇതുവരെ അവിടെ സിനിമ കണ്ടുകൊത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ ഒരു കുറച്ച് നാളായിട്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ പഴയ സിനിമാസ് ഉണ്ടാവില്ല, അതായത് നമ്മൾ പണ്ടത്തെ സിനിമാസ് ഇരുന്ന് വീണ്ടും വീണ്ടും കാണും. കഴിഞ്ഞ വീക്ക് ഞാൻ ക്രോണിക് ബാച്ചിലിരുന്ന് കണ്ടു വെറുതെ. ഇന്ന് ഞാൻ ഇപ്പം കണ്ടത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ യമുന റാണി വരുന്ന സംഭവം എനിക്ക് മനസ്സിലായോ? എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. ആ യമുന റാണി മറ്റേ ഈശ്വര അതിൻ്റെ പേര് ഓർമ്മയില്ലല്ലോ. എന്തോ ആക്കട്ടെ, ആ സിനിമ കണ്ടുകൊത്തിയിരുന്നു. കണ്ടു കഴിഞ്ഞില്ല. ഇനിയൊരു ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് മോറുണ്ട്. പക്ഷെ എനിക്ക് ഉറക്കം വരും. ഞാനിപ്പോൾ ഉറങ്ങി എനിക്ക് രാത്രി ഉറക്കം കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സമയം തെറ്റി ഉറങ്ങി എനിക്ക് പിന്നെ രാത്രി ഉറക്കം കിട്ടില്ല. ഓൾറെഡി ഇപ്പോൾ കുറച്ച് കാലം എനിക്ക് രാത്രി തീരെ ഉറക്കം കിട്ടുന്നില്ല. എന്താണെന്ന് അവിടെ ചൂടായതുകൊണ്ടായിരിക്കണം. ചൂടായിട്ടില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു 2 മണി 2:30 വരെ ഫോണും കുത്തിയിരിക്കില്ല പരിപാടി. ഫോൺ മാറ്റി വെച്ചാൽ കൂടി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങിയാൽ തീരെ ഉറങ്ങലുണ്ടാവില്ല ഇന്ന് രാത്രി. പിന്നെ ചെറിയൊരു കോൾഡ് കോഫി ആക്കി കുടിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കോൾഡ് കോഫീൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുള്ളൂ. സോ പാലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കോൾഡ് കോഫി ആക്കട്ടെ, കാണിച്ചുതരാം. കോൾഡ് കോഫി ആക്കി ശേഷം കാണിച്ചു. കോൾഡ് കോഫി ആക്കുന്ന വീഡിയോ ഒന്നും ആക്കുന്നില്ല. അത് ഓൾറെഡി ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ കോൾഡ് കോഫി ആക്കിയിട്ട് വരാം. സിയോ. ചെറുതായിട്ട് ഐസ് കിട്ടിയില്ല, ബിക്കോസ് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് തന്നെ അതിൽ ഐസ് ഇല്ല. ഇതിലേക്ക് ഈ കപ്പ് പറഞ്ഞു. ഡിമാർട്ട് ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും. ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയ കപ്പ്. ആക്ച്വലി ക്യാമറ താഴെ കിട്ടൊറ്റ കൈ കൊണ്ട് ഇത് പൊന്തിക്കാൻ എനിക്കാവില്ല. വെയിറ്റ്. ഇത് ഡിമാർട്ടിൽ എനിക്ക് 99 റുപ്പീസിനുണ്ട്. പക്ഷേ ആമസോണിൽ ഈ സാധനം കിട്ടും. ആമസോണിൽ ഇതിന് 299 അങ്ങനത്തെ കാണിച്ചത്. ഞാൻ റീലിൽ കണ്ടത് ആമസോണിൽ 299. എനിക്ക് അറിഞ്ഞോടെ നോക്കിയിട്ടില്ല. ബട്ട് ഡിമാർട്ടിൽ എനിക്ക് 99 റുപ്പീസിനുണ്ട്. ഇത് കോൾഡ് കോഫി കൊള്ളാം. തണുപ്പും കൂടി ഉണ്ടായിരുന്നു. സെറ്റായിരുന്നു. ഇന്നെന്തിവിടെ നടക്കുന്നത് അറിയും. ഇന്ന് മീൻസ് നേരത്തെ ബാക്കി കഷ്ണങ്ങൾ കണ്ടുവരുമ്പോൾ ഇത് ഇപ്പോൾ നടക്കുന്നതെന്നാവും. ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപർണവിക്ക് കോൾഡ് കോഫി കുടിക്കാൻ തരാം. ഒറ്റക്ക് ആക്കി കുടിക്കൂല, അത് വാശി. അതിനെന്നെ പിടിച്ചിവിടെ നിർത്തിയിരിക്കുന്നതാണ്. ഞാൻ ആക്കി കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഒഴിവാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആ പാത്രം എടുക്കുക. ബ്ലെൻഡർ ജാർ. ഇത് ലൈവ് പോകുമ്പോൾ ഇത് ലൈവോ? ഇതിങ്ങനെ കണ്ടിന്യൂ ആവും? ഇല്ല, ഞാനിത് ക്ലോസ് ചെയ്യും. അവസാനം തെറി വിളിക്കുന്ന മാതിരി ഭാഗക്കിട്ട് എന്തിനാ വെറുതെ എൻ്റെ ആ മുഖമൊക്കെ വീഡിയോയിലൊക്കെ വരുന്നത് എന്തിനാ? അയ്യോ, അവിടെ ഇട്ട് കൈ പൊട്ടിക്കാൻ വയ്യ. അപ്പൂന് അതായത് അപ്പൂന് സിസ്റ്റർ ഗിഫ്റ്റ് കൊടുത്ത സാധനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇത് എത്ര മാസമായപ്പോ? കഴിഞ്ഞ നവംബറിൽ, ഒരു കൊല്ലാവാണ്. അന്ന് തൊട്ടത് വീട് വെറുതെ കുത്തിരിക്കാൻ തുടങ്ങിയത് ഷെൽഫിൻ്റെ അകത്ത്. ഇന്ന് അത് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ കോൾഡ് കോഫി ആക്കിയിട്ട് വരാം. കൊള്ളാം. അപ്പോൾ എന്തുണ്ട് അവസ്ഥ? ഗുഡ്. അപ്പൂന് ഇന്ന് ശിവരാത്രിയാണ് ഗൈസ്. അപ്പൊ ആ ടംബ്ലറിന്റെ സൈസ് ഒന്ന് കാണിക്ക്. അത് നിറച്ചും കോൾഡ് കോഫിയാ. ഇന്ന് അപ്പൂന് അതെ രാജാ രവിവർമ്മയാണ് ഇന്ന് രാത്രി. അപ്പോൾ കോൾഡ് കോഫി കുടിച്ചിരുന്ന് പെയിന്റിങ് ചെയ്യും. അമ്മ നാളെ ജിമ്മിൽ പോണം കേട്ടോ. അപ്പൊ ശരി ഗൈസ്, ഈ സാറ്റർഡേ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ രവിവർമ്മ കലാപരിപാടിക്ക് പോട്ടെ. ഞാൻ ഇൻസ്റ്റ തോണ്ടി കിടന്നുറങ്ങട്ടെ. ബൈ.